അനിൽ വിളയിൽ ഈ ജനം ടിവിയുടെ മാഫിയ വാഴും ദേവസ്വം എന്ന ഏതാണ്ട് മാസങ്ങൾ നീണ്ടുനിന്ന ക്യാമ്പയിനോടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഈ പ്രതികരണം. അതായത് സർക്കാർ കണക്കിൽ നഷ്ടപ്പെട്ട 30,000 വരുന്ന ഏക്കർ തിട്ടപ്പെടുത്തും എന്ന ഒരു പ്രഖ്യാപനം ഈ ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. VHP എങ്ങനെയാണ് ഈ വാർത്തയോട് പ്രതികരിക്കുന്നത്? പ്രതികരിക്കാൻ ജനം TV കാണിച്ച ആ ധീരമായ നടപടിക്ക് ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഹിന്ദു ദേവസ്വങ്ങളുടെ, പ്രത്യേകിച്ച് മലബാർ ദേവസ്വമാണ് ഏറ്റവും ഭീകരമായ രീതിയിൽ ഹിന്ദുക്കളുടെ സ്വത്തുവകൾ നഷ്ടപ്പെട്ടൊരു ദേവസ്വം. അവിടെ പന്തല്ലൂർ ദേവസ്വം, നമുക്കറിയാം, മനോരമ ഒക്കെ കൈയേറിയ പന്തല്ലൂർ ദേവസ്വത്തിന്റെ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് വസ്തുവകളാണ് നഷ്ടപ്പെട്ടുള്ളത്. ഈ പറഞ്ഞ കണക്കൊന്നുമല്ല, അതിൽ കൂടുതലുണ്ടാകും. അതിനുവേണ്ടി എനിക്ക് തോന്നുന്നു ജനം TVയുടെ ഭാഗത്തുനിന്നും ദേവസ്വം മന്ത്രിയായ മുരളീധരനെ അതുമായി ബന്ധപ്പെട്ട ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള തീരുമാനമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ നിയമിച്ച രാജമാണിക്യം എന്ന് പറയുന്ന മിടുക്കനായിട്ടുള്ള IAS ഉദ്യോഗസ്ഥനെ നിയമിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലും രാജമാണിക്യം അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ ചില കാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോൾ അത് എത്രമാത്രം വിജയപ്രദമായി മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്ന് നമുക്കറിയാൻ ഒക്കില്ല. കാരണം ചെറുവള്ളി എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള ദേവസ്വത്തിന്റെ സ്വത്തുക്കൾ കൈകേറിയ സംഭവങ്ങളിലേക്ക് ഈ അന്വേഷണം എത്തുകയും അത് തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചില പ്രത്യേക ശക്തികൾക്ക് സ്വാധീനമുള്ള UDF ഗവൺമെന്റ് ഈ രാജമാണിക്യത്തിനെ വെച്ചുപൊറുപ്പിക്കുമോ എന്ന് പറയാൻ സാധിക്കില്ല. ഇല്ല, അപ്രകാരം സംഭവിച്ചില്ല എങ്കിൽ വളരെ ധീരമായൊരു നടപടിയായിട്ട് നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഒരു സർക്കാർ എടുക്കുന്ന എല്ലാ നടപടികളെ എതിർക്കുക എന്നുള്ളതല്ല നമ്മുടെ നയം. നല്ല തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിന് പിന്തുണ കൊടുക്കുക തന്നെ വേണം. ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ് ദേവന്റെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഭൂമി, അതുപോലെ തന്നെ മറ്റു സ്വത്തുവകൾ, സ്വർണം ഉൾപ്പെടെയുള്ള കോടാനുകോടി രൂപ വില വരുന്ന സ്വത്തുവകളുടെ കൃത്യമായ ഇൻവെന്ററി ദേവസ്വത്തിന്റെ ഒരിടത്തും രേഖപ്പെടുത്തുന്നില്ല. ഓരോ ഉദ്യോഗസ്ഥരും അവരുടെ തന്നിഷ്ടപ്രകാരം കൊള്ളയടിക്കുകയും മോഷ്ടിക്കുകയും വകമാറ്റി ചെലവഴിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു അറുതി ഉണ്ടാക്കണം. കൃത്യമായ ഇൻവെന്ററി, ഈ കാലഘട്ടത്തിന് ആവശ്യമായ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയുള്ള ഇൻവെന്ററി തയ്യാറാക്കിയതിനു ശേഷം കൃത്യമായ രീതിയിൽ ഉദ്യോഗസ്ഥർ മാറുമ്പോൾ ടേക്കിംഗ് ഓവറും ഹാൻഡിങ് ഓവറും ഒക്കെ പ്രോപ്പറായി നടക്കത്തക്ക രീതിയിൽ ഈ സംവിധാനങ്ങളെ ശാസ്ത്രീയമായി പരിഷ്കരിക്കുകയും കൂടെ ചെയ്താൽ നല്ലതാണ്. തീർച്ചയായിട്ടും ജനം TV ഇക്കാര്യത്തിൽ കാണിച്ചിട്ടുള്ള ആ കൊള്ളയെപ്പറ്റിയുള്ള പരമ്പര ദേവസ്വം മന്ത്രിയുടെ കണ്ണു തുറപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെ തുടർന്നാണ് രാജമാണിക്യത്തിനെ നിയമിച്ചത്. ബാക്കി ചാനലുകളും പത്രമാധ്യമങ്ങളും ഒന്നും കൈവെക്കാത്ത ഈ വിഷയത്തിൽ ജനം TV കാണിച്ചിട്ടുള്ള ആർജവത്തിന് പ്രത്യേകമായി അതിന്റെ എല്ലാ പ്രവർത്തകരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത് തുടർന്നു പോകണം. രാജമാണിക്യത്തിനെ നിയന്ത്രിക്കരുത് എന്ന് ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട്. അദ്ദേഹം നല്ല ഒരു അഴിമതി രഹിതനായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് സർവ്വ സ്വാതന്ത്ര്യങ്ങളും കൊടുത്തുകൊണ്ട് ചില സമയം അങ്ങോട്ട് നീങ്ങിയാലും എല്ലാം ഒന്നൊന്നായി തിരിച്ചു പിടിച്ചുകൊണ്ട് ദേവന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കണം. അത് ഈ നാട്ടിലെ ഭക്തജനങ്ങൾക്ക് വളരെ ആശ്വാസകരമായ ഒരു നടപടിയാണ്.